നമസ്കാരം, ഞാൻ രാധ അജിത്ത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നെറ്റിച്ചുട്ടിയാണ്. ആ നെറ്റിച്ചുട്ടി എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ്: നെറ്റിച്ചുട്ടിയുടെ ഫ്രെയിം, സ്റ്റോണുകൾ, റെഡ് ക്രിസ്റ്റൽ, ചക്കിരി, ചെയിൻ, പശ. നെറ്റിച്ചുട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ഒരു ഫ്രെയിം നമുക്ക് ഉണ്ട്. പല മോഡലിലുണ്ട്, വലിപ്പം, ചെറുപ്പം, ഇങ്ങനെ പല സൈസ് നമുക്ക് കിട്ടും. ഇതിപ്പം നമ്മളതൊരു മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം സ്റ്റോണുകൾ ഒട്ടിക്കുന്നതാണ്. ഏത് കളർ സ്റ്റോണാണ് വേണമെന്ന് മാത്രം നോക്കിയാൽ മതി. സ്റ്റിക്ക് ഫാസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇതിലെല്ലാം പശ ഇങ്ങനെ ഒഴിക്കുക. എല്ലാ ഹോളിലും പശകൾ തേക്കുക. ഇതൊരു 2 സെക്കൻഡ് ഉണങ്ങാനായിട്ട് വെക്കണം. അതിനുശേഷം നമ്മളിപ്പം ഇതുപോലത്തെ ഒരു റെഡാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വെക്കുക. അവരവർക്ക് തന്നെ വീടുകളിൽ നെറ്റിച്ചുട്ടി നമുക്ക് ഉണ്ടാക്കാം. കടകളിലൊന്നും പോയി വാങ്ങണമെന്നൊന്നുമില്ല. എല്ലാ ഹോളിലും നമ്മൾ വൈറ്റ് സ്റ്റോണാണ് ഇതിനകത്തുള്ളത് വെച്ചേക്കുന്നത്. ചിലർക്ക് കളറ് എല്ലാം വൈറ്റ് മതിയായിരിക്കും. അവരവരുടെ ആഗ്രഹം അനുസരിച്ച് വെക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ സ്റ്റോണുകളെല്ലാം ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇത് ഈസിയാണ്, നമുക്കതിൽ വലിയ വർക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല. ഇനി ഈ കാണുന്ന താഴത്തെ ഹോളിലെല്ലാം നമ്മൾ ക്രിസ്റ്റൽ കെട്ടിയെടുക്കുകയാണ്. ചെറിയൊരു മണിയിട്ട് ഇതുപോലൊരു ചക്കിരിയും കൂടി ഇട്ടിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലൊക്കെ ചെയ്യാം. ഒരു മോഡൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളിത് ഈ ഹോളിൽ കെട്ടിവെക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി, ഇതെല്ലാം കെട്ടിവെച്ചതിന് ശേഷം സ്റ്റോണുകൾ ഒട്ടിച്ചാലും മതി. ചിലപ്പോൾ ഇത് പോരാൻ ചാൻസ് ഉണ്ട്. ഉണങ്ങുന്നതിന് മുമ്പെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റോണുകളൊക്കെ ഇളകിപ്പോവും. ഇങ്ങനെ കെട്ടുക. സ്പ്രിങ് എടുക്കുക. സ്പ്രിങ്ങിനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഈ ചെയിനുമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ബാക്ക് ചെയിൻ്റെ ഒരു വശം എടുക്കുക. ഇതിങ്ങനെ വരുന്ന ബാക്ക് ചെയിനാണ്. അതിൻ്റെ ഒരു വശം എടുക്കുക. അതായത് ഇങ്ങനത്തെ ഒരു വശം എടുക്കുക, ലോക്കുള്ള ടൈപ്പ്. എന്നിട്ട് നമ്മൾ ഇതുമായിട്ട് ചേർക്കുക. ചിലർക്ക് ചെറിയ ടൈപ്പ് മതിയായിരിക്കും. അതുകൊണ്ടാണ് ഞാനിതുകൊണ്ട് ചെറിയ ടൈപ്പാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും ഒരു നെറ്റിച്ചുട്ടി ആയിരിക്കുകയാണ്.